ഒമാനും ഇറാനും ചേർന്ന് ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കുന്ന സംവിധാനത്തിന് സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ ലഭ്യമായി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. സംയുക്ത നടത്തിപ്പിനുള്ള ഒമാന്റെ പദ്ധതി ഇറാന് കൈമാറുകയും ഇറാൻ അത് ഏതാണ്ട് അംഗീകരിക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ സ്വമേധയാ ഫീസ് അടയ്ക്കുക, അല്ലാതെ ഫീസ് ചുങ്കം ചുമത്തുക എന്നതിനപ്പുറം കടന്നുപോകുന്ന കപ്പലുകൾ സ്വമേധയാ ഫീസ് നൽകുക എന്നുള്ള ഉപാധിയാണ് ഒമാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. വിദേശകാര്യമന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നു. മലാക്ക കടലിടുക്കിന്റെ മാതൃക ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ ചേർന്ന് നിയന്ത്രിക്കുന്ന മലാക്ക കടലിടുക്കിൽ കപ്പലുകൾ സ്വമേധയാ നൽകുന്ന സംഭാവനയാണ് പ്രധാനം. ഈ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അമേരിക്ക സമ്മതിക്കുമെന്നത് കാത്തിരുന്ന് കാണണം. അജയ് സുധാ ബിജു തുടരുന്നുണ്ട്. അജയ്, ഒമാൻ ഈ ഹോർമുസ് ആണല്ലോ പ്രധാന പ്രശ്നം. ഒമാൻ ഇപ്പോൾ ഇടപെടുന്നു. സൗദി ഇതിൽ അനുരഞ്ജന ചർച്ചകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നു. ഇറാൻ അത് സമ്മതിക്കുകയും ചെയ്താൽ പക്ഷേ അമേരിക്ക കൂടി ഈ വിഷയത്തിൽ മുന്നോട്ട് വരികയും അതിനെ അംഗീകരിക്കുകയും വേണം. ഈ തരത്തിലുള്ള ഒരു ഫീസ് പിരിവൊക്കെ അനുമതി നൽകാൻ അത് പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാൻ ഇക്കാര്യം തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാന്റെ വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള ഖാസെം ഗരീബാബാദിയാണ് ഇക്കാര്യം നിലവിൽ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞത്. അദ്ദേഹം പറയുന്നത് ഇത്തരമൊരു സജഷൻ അത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല. കാരണം ഹോർമുസ് കടലിടുക്കിലേക്കുള്ള എൻട്രി അത് ഇറാന്റെ ഒരു കടലിടുക്കുമായി കേന്ദ്രീകരിച്ചാണ് വരുന്നത്. ഇറാന്റെ ഒരു സ്വാധീനത്തിലുള്ള മേഖലയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും കപ്പലുകൾ കടന്നു പോകേണ്ടത് ഇറാന്റെ സ്വാധീനത്തിലുള്ള മേഖലയിലൂടെ കടന്ന് ഒമാന്റെ കൺട്രോളിലുള്ള മേഖലയിലൂടെയാണ്. അപ്പോൾ ഇറാന്റെ കൺട്രോളിലുള്ള മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ട് ഉണ്ടാകേണ്ടത് ഇറാനാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം. നേരത്തെ ഹോർമുസ് കടലെടുക്ക് സംയുക്തമായിട്ട് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഒമാന്റെ ഒരു പിന്തുണയൊക്കെ ഇറാൻ തേടിയിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒമാൻ പലതരം ചർച്ചകൾ നടത്തി. എന്നാൽ ഹോർമുസ് കടലെടുക്കിൽ ഒരു ടോൾ പിരിവ് എന്നുള്ള ഒരു ആവശ്യം അത് ഒമാനും നേരത്തെ അംഗീകരിച്ചിരുന്നില്ല. ഇപ്പോൾ അത്തരം ഒരു നിർദ്ദേശങ്ങൾക്കൊക്കെ ബദലായിട്ടാണ് ഇപ്പോൾ ഒരു സ്വമേധയാ കപ്പലുകൾക്ക് നൽകേണ്ട ഒരു സന്നദ്ധ ഫീസ് എന്നുള്ള നിലയ്ക്കുള്ള ഒരു ചാർജ് മേഖലയിൽ ഈടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒമാൻ ഒരു സജഷൻ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ GCC രാജ്യങ്ങളുടെയൊക്കെ ഒരു പ്രത്യേക യോഗം കഴിഞ്ഞ ദിവസം ഓൺലൈനായിട്ട് ചേർന്നിരുന്നു. ഈ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ഈ യോഗം ചേർന്നത്. അതിൽ ഗൾഫ് രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ മിക്ക ഗൾഫ് രാജ്യങ്ങൾക്കും ഒരു പച്ചക്കൊടി തന്നെയാണ് ഈ ഒരു നിർദ്ദേശത്തോട് കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു മാതൃക എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മലാക്ക കടലിടുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് ഈ കടലിടുക്ക് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകൾ ഈ രാജ്യങ്ങൾക്ക് ഒരു ഫീസ് നൽകുന്നുണ്ട്. ഇതൊരു നിർബന്ധിത ടോൾ പിരിവല്ല, ഒരു സംഭാവന പോലെ ഒരു ഫീസാണ് ഈ കപ്പലുകൾ ഈ രാജ്യങ്ങൾക്ക് നൽകുന്നത്. ഈ ഒരു ഫീസ് വെച്ച് മേഖലയിലുള്ള ഒരു പ്രധാനപ്പെട്ട മറ്റ് കാര്യങ്ങൾ അത് ഈ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. അതായത് ഒരു 3 കാര്യങ്ങൾക്കാണ് ഈ ഫണ്ട് പോകുന്നത്. അത് നോക്കുകയാണെങ്കിൽ നാവിഗേഷൻ ഫണ്ട്, അതുപോലെ പരിസ്ഥിതി സംരക്ഷണം, സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ, 3 കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഫണ്ട് പോകുന്നുണ്ട്. അപ്പോൾ മേഖലയിലുള്ള ഒരു സുരക്ഷിതത്വം, അതുപോലെ തന്നെ തിരച്ചിൽ, നാവിഗേഷൻ, പരിസ്ഥിതി സംരക്ഷണം ഇവയ്ക്കെല്ലാം വേണ്ടിയിട്ട് ഈ 3 രാജ്യങ്ങൾ ഈ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഹോർമുസ് കടലിടുക്കിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള നിയന്ത്രണം, അതുപോലെ പരിസ്ഥിതി സംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫണ്ട് വിനിയോഗിക്കണം എന്നുമാണ് ഒമാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നിർദ്ദേശം. പക്ഷേ US-ഉം ഇത് അംഗീകരിക്കാൻ സാധ്യതയില്ല. US-ന്റെ ഭാഗമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ CNN വേൾഡിന് നൽകിയിട്ടുള്ള ഒരു പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത് ഹോർമുസ് കടലെടുക്ക് ഒരു അന്താരാഷ്ട്ര ജലപാതയാണ്. ഇവിടെ നിന്ന് ഒരു തരത്തിലുള്ള ഫീസോ അല്ലെങ്കിൽ ടോളോ ഈടാക്കാൻ പാടില്ല എന്നാണ് ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രതികരണം. അപ്പോൾ US-ന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണവും ഇത്തരത്തിൽ തന്നെ ആകാനാണ് സാധ്യതയുള്ളത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.